പ്രവാസ ലോകത്തെ വാർത്തകൾ. ദുബായിൽ പ്രവാസി കുടുംബങ്ങൾക്ക് വാടക ഇനി ബാധ്യതയാകില്ല. ഫ്ലെക്സി റെന്റ് പദ്ധതിയുമായി ലാൻഡ് ഡിപ്പാർട്ട്മെന്റ്. വീട്ടുവാടകയായി വലിയ തുക 1-2 ചെക്കുകൾ ഒരുമിച്ച് നൽകേണ്ട ബുദ്ധിമുട്ട് ഇനി ദുബായിലെ താമസക്കാർക്കുണ്ടാകില്ല. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്ലെക്സി റെന്റ് പദ്ധതിയിലൂടെ വാടക പ്രതിമാസം, ത്രൈമാസം അല്ലെങ്കിൽ വാർഷികമായി അടയ്ക്കാനാണ് അവസരമൊരുങ്ങുന്നത്. വാടകയുടെ വലിയ തുക മുൻകൂറായി കണ്ടെത്താൻ കഴിയാത്തതിനാൽ പലരും ചെലവേറിയ ഹ്രസ്വകാല താമസ സൗകര്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന സാഹചര്യമുണ്ട്. പുതിയ സംവിധാനം വരുന്നതോടെ വാർഷിക വാടക കരാറിൽ തന്നെ പ്രതിമാസ ഗഡുക്കളായി പണമടയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പങ്കാളികളായ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ വഴിയാകും പദ്ധതി നടപ്പിലാക്കുക. പ്രതിമാസ അടവിന്റെ സൗകര്യത്തോടൊപ്പം രജിസ്റ്റർ ചെയ്ത കരാർ വാടക കരാറിന്റെ നിയമപരമായ സംരക്ഷണവും ലഭിക്കും. ഇതോടെ വാടകക്കാരനും വീട്ടുടമയ്ക്കുമിടയിലെ തർക്കങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ സംരക്ഷണവും ലഭ്യമാകും. സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും ഏറെ സഹായകരമാകുമെന്നാണ് റിയൽ എസ്റ്റേറ്റ് രംഗത്തിന്റെ വിലയിരുത്തൽ. വലിയ തുക ഒരുമിച്ച് നൽകാൻ കഴിയാത്തതിനാൽ ഹ്രസ്വകാല താമസത്തിന് അധിക വാടക നൽകേണ്ടി വരുന്നവരിൽ പലരും ഇനി വാർഷിക കരാറിലേക്ക് മാറാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മിഡിൽ ഈസ്റ്റിലെ ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖല വളർച്ചയിലേക്ക്. അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് സെപ്റ്റംബറിൽ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കും. ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്ക് കരുത്തേകുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് സെപ്റ്റംബർ 14 മുതൽ 17 വരെ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കും. ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ പ്രതിരോധശേഷി, പുതിയ ബിസിനസ് മാതൃകകൾ, മാറുന്ന സഞ്ചാരികളുടെ അഭിരുചികൾ, സാങ്കേതിക വിദ്യ എന്നിവയും സമ്മേളനത്തിൽ ചർച്ചയാകും. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി, സ്മാർട്ട് ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകളും ATM ട്രാവൽ ടെക്കിൽ അവതരിപ്പിക്കും. 30 രാജ്യങ്ങളിൽ നിന്നായി 180-ലേറെ പ്രദർശകർ പങ്കെടുക്കും. UAE, സൗദി അറേബ്യ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ വൻ നിക്ഷേപങ്ങൾ ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്ക് കരുത്തേകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബഹ്റിന്റെ ടെലികോം മേഖലയിൽ ഡാറ്റ ഉപയോഗം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഫിക്സഡ് ഫൈബർ ബ്രോഡ്ബാൻഡ്, മൊബൈൽ സബ്സ്ക്രിപ്ഷനുകൾ എന്നിവ വൻ വളർച്ച രേഖപ്പെടുത്തി. ഫിക്സഡ് ഫൈബർ ബ്രോഡ്ബാൻഡ്, ഉയർന്ന ബാൻഡ്വിത്തുള്ള മൊബൈൽ സബ്സ്ക്രിപ്ഷനുകൾ എന്നിവയുടെ ശക്തമായ വളർച്ചയാണ് ഈ വർഷത്തെ ആദ്യപാദത്തിൽ ഡാറ്റ ഉപഭോഗം കുത്തനെ ഉയരാൻ കാരണമായത്. ഈ വർഷം ആദ്യപാദത്തിലെ മൊത്തത്തിലുള്ള ഡാറ്റ ട്രാഫിക് 673 പെറ്റാബൈറ്റ് ആയി ഉയർന്നെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി പുറത്തുവിട്ട ഏറ്റവും പുതിയ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം ആദ്യപാദത്തിൽ ഇത് 553 പെറ്റാബൈറ്റ് മാത്രമായിരുന്നു. ഫൈബർ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം ആദ്യപാദത്തിൽ 388 പെറ്റാബൈറ്റ് ഡാറ്റ കൈമാറി. ഒരു ഫൈബർ ബ്രോഡ്ബാൻഡ് കണക്ഷൻ വഴി പ്രതിമാസ ശരാശരി 687 ജിഗാബൈറ്റ് ഡാറ്റയാണ് ഉപഭോഗം ചെയ്യുന്നത്. ഓൺലൈൻ ഉള്ളടക്കങ്ങളുടെ ഉപയോഗം കുത്തനെ കൂടിയപ്പോൾ പരമ്പരാഗത വോയിസ് കോളുകൾ തുടർച്ചയായി കുറയുന്നതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രാജ്യത്തെ മൊത്തം സജീവ മൊബൈൽ വരിക്കാരുടെ എണ്ണം 22,86,794 പ്രീപെയ്ഡ് കണക്ഷനുകളിൽ നിന്നും പോസ്റ്റ്പെയ്ഡ് പ്ലാനുകളിലേക്ക് മാറുന്ന പ്രവണതയും ഉപഭോക്താക്കൾക്കിടയിൽ പ്രകടമാണ്. STC ബഹ്റൈൻ 32.3%, സെയിൻ ബഹ്റൈൻ 29.2% വിപണി പങ്കാളിത്തം നേടിയിട്ടുണ്ട്. രാജ്യത്തിന്റെ ഡിജിറ്റൽ സംവിധാനം അതിവേഗ ഹൈ കപ്പാസിറ്റി ബ്രോഡ്ബാൻഡ് അടിസ്ഥാന സൗകര്യങ്ങളിലേക്കും ഓട്ടോമേറ്റഡ് IoT സേവനങ്ങളിലേക്കും വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.